എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യോഗ തന്നെയാണ്. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ച റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ബെഡിൽ ഇരുന്നു കൊണ്ടും ഒക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ സീനിയർ സിറ്റിസൺ ആയ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്നതാണ്, അവർക്ക് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനാസ് ഒക്കെ അവർക്ക് ഇരുന്നു കൊണ്ടൊന്ന് ചെയ്യണം, അവർക്കും ആഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിലാണ് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ട് വെച്ചാൽ ഒന്ന് വയ്യായ്മയുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്കും യോഗ ചെയ്യണമല്ലോ. അപ്പൊ എല്ലാവർക്കും അവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ആസന ചെറിയതാണ് കാണിക്കുന്നത്. അപ്പം 65, 70, 75 വയസ്സുള്ള എല്ലാവർക്കും ഇങ്ങനെ കസേരയിൽ ഇരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, എന്നോട് നേരിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന അതേ പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ശരീരത്തെ ഒന്ന് അനക്കുകയും ചെയ്യാം, അതൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് കാല് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു ചെയറിലിരിക്കുക, പറ്റുന്ന രീതിയിൽ ചെയ്യാം. കാല് ഒന്ന് അനക്കുക, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ തൊടിയിച്ച് ചെയ്യാം. ഇപ്പൊ തൊടാൻ പറ്റാത്തവരുടെയാണ് ഞാൻ കാണിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഞാനത് എണ്ണുന്നില്ല, നിങ്ങൾ കൂടുതൽ എണ്ണി നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കൈ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷോൾഡറിൽ വെച്ചുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി മുട്ട് രണ്ടും കൂടെ വെച്ച് നമുക്ക് ചെറിയ രീതിയിൽ, ഇപ്പം നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് റൊട്ടേഷൻ കിട്ടും. അത് ചെറിയ രീതിയിൽ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ ഇത്രയും എത്തുന്നില്ല, ഇത്രയും വരെ പറ്റുന്നുള്ളൂ. ചില ആളുകൾക്ക് ഇത്രയും പറ്റുന്നില്ല, അത്രയും ഒന്ന് ചെയ്താൽ മതി. എന്നാലും നമ്മളൊന്ന് അനക്കാൻ ശ്രമിക്കുക. അതുപോലെ കൈ നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ട് ഇതിപ്പം എൻ്റെ കസേരയിൽ ഇവിടെ നല്ലൊരു താങ്ങുണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ ഒരു സ്റ്റൂളാണെങ്കിൽ കുറച്ചും കൂടെ ബാക്കിലേക്ക് നമുക്ക് വളയാം. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ചെയ്യണം. 1, 2, 3, 4, 5. ഇപ്പൊ തിരിച്ചും 1, 2, 3, 4, 5. ഇനി ഒരു കൈ ബാക്കിലേക്ക് 1, 2, 3, 4, 5. നിന്നുകൊണ്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പോലെ എല്ലാം തന്നെ നമുക്ക് കസേരയിൽ നിന്ന് മിക്കതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മുട്ട് നമ്മൾ കൈ മുട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുക. 1, 2, 3, 4, 5. റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. അതുപോലെ തിരിച്ചു 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇതിപ്പോ ഞാൻ 5 എണ്ണം വീതം അല്ലെങ്കിൽ 10 എണ്ണം വെച്ച് നിങ്ങൾക്കത് എണ്ണം കൂട്ടി ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം. ഇനി കൈമുട്ടുകൾ മടക്കുക. കണ്ടേ,
നമുക്ക് എത്ര ഈ മൂക്ക് നമ്മുടെ തല താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതല്ല ഇങ്ങനെ വരാൻ പറ്റുമെങ്കിൽ കണ്ടോ, 1 2, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. 3 4 5 പിടിക്കുക. ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും 1 2 3 4 5. നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന ഒന്നാണിത്. നമ്മുടെ മുട്ടിന്റെ വേദന മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ അനങ്ങാതെ വെറുതെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കാലം നീട്ടി വയ്ക്കുക, കൈ പൊക്കുക, കൈത 1 2 3 4 5. അതുപോലെ മറ്റേ 1 2 3 4 5. അപ്പം നമുക്ക് എണ്ണം കൂട്ടി എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും താഴെ വരെ കുത്താൻ പറ്റത്തില്ല, പതിയെ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും തന്നെ ചെയ്യാം. കാലകറ്റി വയ്ക്കുക. 1 2 3 4 5. ഇനി കാലിങ്ങനെ വെച്ചതാ 1 2 3 4 5. ഇനി ഒരു കൈ മുകളിലേക്ക്, ഒരു കൈ താഴെ. 1 2 3 4 5. ഷോൾഡർ 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. ഇനി 1 2 3 4 5. 1 2 3 4 5. എണ്ണം കൂട്ടി കൂട്ടി ഇത് ചെയ്യണം. കൈ മുകളിലേക്ക് ആക്കുക. 1 2 3 4 5. ഇങ്ങനെ ഓരോന്നും നമ്മൾ മാറി മാറി ചെയ്യും. പിന്നെ കൈവിരലിന്റെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. ഇത് എണ്ണം കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ. പിന്നെ റിസ്റ്റ്. ഇതൊക്കെ പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കയറി കാണുക. പിന്നെ കൈവണ്ണം കുറയാൻ നല്ലതാണ്. 1 2 1 2 1 2 1 2 1 2. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് ഇത്രയും തന്നെ ചെയ്താൽ മതി. ബോഡിക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഒരുപാടുണ്ട്. അതെല്ലാം കൂടെ ചെയ്താൽ നിങ്ങൾക്ക് മറന്നു പോകും. അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രാണായാമത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പ്രാണായാമമൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണടച്ച് ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക. ശരീരം ആസകലം ഒന്ന് ചെയ്യുക, ശ്രദ്ധിക്കുക. കാൽ വിരൽ മുതൽ തല വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് റിലാക്സ് ചെയ്തിരിക്കുക ഇത്തിരി നേരം. പതിയെ കണ്ണു കൈവെള്ളം കൂട്ടിത്തിരുമി കണ്ണിന് ചൂടാക്കി കണ്ണ് തുറക്കുക. ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രാണായാമത്തിൻ്റെയൊക്കെ കൂടുതൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാനിത് ചെറിയ രീതിയിൽ പറഞ്ഞത്. ഇനി വീണ്ടും ഞാനൊരു പ്രാണായാമത്തിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ റിലാക്സേഷൻ്റെയും ഞാൻ ഇടുന്നതായിരിക്കും.
അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം. ഇനി എനിക്ക് യോഗ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചില ആൾക്കാർ പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും പറയാം, എനിക്ക് 65 വയസ്സുണ്ട്, 70 വയസ്സുണ്ട്, 75 വയസ്സുണ്ട്, യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ബോഡി കൊണ്ട് പറ്റത്തില്ല, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ചാടാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലാണ് ചെറുതാണ് ഞാനിതെല്ലാം കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇനിയും ഉണ്ട്, അത് ഞാൻ അടുത്ത വേറൊരു വീഡിയോയിലും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമുള്ളവരായിരിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.